Super. Hello guys, welcome back to my YouTube channel. It's me Gopika Suresh. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആണ്. ഇതൊരു കൊറിയൻ സ്നാക്ക് ആട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ഐറ്റമേ കുക്ക് ചെയ്യാറുള്ളൂ. കുക്ക് ചെയ്തതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരു ഡിഷാണ് ഈ കൊറിയൻ സ്നാക്ക് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. കമാ. ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡിഷാണ്. അപ്പം ഞാൻ 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് ഉടച്ചെടുക്കും. 3 ഉരുളക്കിഴങ്ങ് അമ്മേ പൊട്ടിയിട്ടില്ല, നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കോൺഫ്ലോർ ഇട്ടിട്ട് ഈ ചപ്പാത്തിക്ക് കുഴക്കില്ലേ എന്ന പോലെ വേണമെങ്കിൽ കോൺഫ്ലോർ ചേർക്കാൻ പറ്റും. ഓവർ ചേർക്കണം. ചപ്പാത്തിക്ക് വയ്ക്കുന്ന പോലെ ഞാൻ ഒരു ലാസ്റ്റ് ചേർക്കാം. ഈ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചതാ ഈ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ പല ഷേപ്പുകളിലാക്കാം. എനിക്ക് പെട്ടെന്ന് സൗകര്യത്തിനുണ്ട് ഞാൻ ഇങ്ങനെ ഈ ഉണ്ട ഷേപ്പിൽ ഒരു കുഞ്ഞ് ബോൾ ഷേപ്പിലാണ് ആക്കുന്നത്. കുഞ്ഞ് ബോൾ ഷേപ്പിലാക്കിയിട്ട് നേരെ പ്ലേറ്റിൽ ഇങ്ങനെ അടുക്കി വെക്കാം. നമുക്ക് റൗണ്ട് ഷേപ്പ് ഇഷ്ടപ്പെടാതെ റൗണ്ട് ആക്കിയിട്ടൊന്ന് പ്രസ്സും കൂടി ചെയ്ത് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു 4-5 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. അല്ല, വേവിച്ചെടുക്കാം. ചുടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം 4-5 മിനിറ്റ് വെക്കുക. അതാണ് ഉദ്ദേശിച്ചത്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് ഈ നമ്മുടെ റെഡിയാക്കി വെച്ച് ഈ ബോൾസ് ഇടാം. ഒരു 4 to 5 മിനിറ്റ്സ് ഇതേപോലെ വെച്ചിട്ട് നേരെ അതിനെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം. അത് മറക്കരുത് കേട്ടോ. ഇത് നന്നായി ചൂടായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിനങ്ങനെ എടുക്കാൻ കിട്ടുന്നില്ല. ഇങ്ങനെ കോരിയിട്ട് നമുക്ക് ഈ തണുത്ത വെള്ളത്തിലേക്ക് അപ്പം തന്നെ മാറ്റാം. പിന്നെ നമുക്കിനി വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് സോയാ സോസ്, എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. തണുത്ത വെള്ളത്തിലിട്ട് കോരി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം കൂടി ഇങ്ങോട്ട് നല്ല ഇങ്ങോട്ട് മിക്സ് ചെയ്യും. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് മാത്രം ഉണ്ടെങ്കിലും മതി. ലാസ്റ്റ് ഒരു വെള്ള എള്ളും കൂടി ഉണ്ടെങ്കിൽ സംഭവം കളറായി. വെളിച്ചെണ്ണ തിളപ്പിച്ച് ഒഴിക്കാൻ മറന്നു. വെളിച്ചെണ്ണ നന്നായി തിളപ്പിച്ചിട്ട് ഈ നമ്മൾ ഈ മുളക് പൊടിയും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഇളക്കൂലേ, അപ്പോൾ എണ്ണ കൂടെ ഒഴിക്കണം കേട്ടോ. സൂപ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.